ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ റോമലേഖനം എന്ന വിഷയത്തിൻ്റെ 17ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ സഹകരണത്തിന് പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ റോമലേഖനം 14ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വചനങ്ങളെ നമുക്ക് ധ്യാനിപ്പാനിടയായി തീർന്നു. നാം ഇന്ന് അതിൻ്റെ 10ാമത്തെ വചനം മുതൽ നമ്മൾ നമ്മുടെ ധ്യാനം ആരംഭിക്കുകയാണ്. നീ സഹോദരനെ വിധിക്കുന്നതിന് എന്ത്, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനം ഭാഗെ നിൽക്കേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് നമുക്ക് പ്രമാണമില്ല എന്ന് പിന്നെയും ആവർത്തിച്ച് ഇവിടെ പോലെ സമർപ്പിക്കുകയാണ്. പലപ്പോഴും നാം മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് ഉത്സാഹമുള്ളവരാണ്. നമ്മിലേക്ക് നോക്കുന്നതിന് പകരമായി നമ്മൾ മറ്റു പലരെ നോക്കാറുണ്ട്. അവൻ്റെ പ്രവൃത്തികളെ, അവൻ്റെ സംസാരത്തെ, ചെയ്തികളൊക്കെ നോക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. പക്ഷേ വചനം പറയുന്നത് നീയെ മറ്റുള്ളവരെ വിധിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് പറഞ്ഞത് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. കുരുത്തിലേന്തൽ ആ വചനം പറയുന്നുണ്ട്. എബ്രഹാമത്തിലും കർത്താവിൻ്റെ വചനം അങ്ങനെ പറയുന്നു. വെളിപ്പാട് ദിവസം കർത്താവ് നേരിട്ട് പറയുന്നുണ്ട്. ന്യായവിധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുക. നമ്മെല്ലാവരും ദൈവത്തിൻ്റെ ന്യായ വിസ്താരത്തിനും സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാകിയാൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നവിടെ പൗലോസ് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോടെ കണക്ക് പതിപ്പിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് പതിപ്പിക്കേണ്ടി വരും. നാം ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എപ്രകാരം ജീവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ദൈവവചനത്തോട് നമ്മളെങ്ങനെ പ്രതികരിച്ചു എന്നുള്ള നിലയിൽ അടിസ്ഥാനത്തിൽ നാം എല്ലാവരും ദൈവത്തോട് കണക്ക് പതിപ്പിക്കേണ്ടി വരും. ഏസ്കേൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ. ലൂക്കോസ് 16 നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ കാര്യവിചാരത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചിരിക്കുക എന്ന് പറയുന്ന ദിവസമുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ഉണ്ടാകുമെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം എന്താണ്? നാം ഒരു ദിവസം കണക്ക് ബോധിപ്പേണ്ടവരാണ്. ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നതുകൊണ്ട് നാം കണക്ക് പറഞ്ഞ് മതിയാവുകയുള്ളൂ. ശലോമോൻ പറയുന്നുണ്ടല്ലോ, എല്ലാറ്റിനും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്ന സകല മനുഷ്യർക്കും ആവശ്യം. ദൈവം നല്ലതും തീയതുമായ സകല രഹസ്യങ്ങളുമായി നമ്മെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. നാം ദൈവം ഭാഗം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. വീണ്ടും പൗലോസ് പറയുന്നു, നാം ഇനി എന്ത് ചെയ്യരുത്? നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരായതുകൊണ്ട്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്. അതുകൊണ്ട് നാം ഇനി എന്ത് ചെയ്യരുത്? അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിക്കാൻ മാത്രം ഓർച്ചുകൊള്ളുവീൻ. മറ്റുള്ളവർക്ക് തടസ്സമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലെ മറിച്ച് മറ്റുള്ളവരെയും കൂടെ താങ്ങുന്ന ഒരവസ്ഥ വരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിക്കാൻ മാത്രം ഓർച്ചുകൊള്ളുവീൻ. മറ്റു പലരും ചിലപ്പോൾ മറ്റുള്ളവർ നശിച്ചു പോകാൻ വേണ്ടിയൊക്കെ പണികൾ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? ചിലർ നശിക്കാൻ വേണ്ടി ചിലർ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് സംഭവിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർ ചെയ്തൊക്കെ അവർ തലയിൽ തിരിച്ചടിക്കാറുണ്ട്. എന്നാൽ വചനം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്? അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഇടപെടുവാൻ ഇടവരരുത്. നാം അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആ ഒരു നിലകളിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തത്, യാതൊന്നും സ്വതേ മലിനമല്ല എന്ന് ഞാൻ കർത്താവ് യേശുവിൽ അറിഞ്ഞും ഉറച്ചും ഇരിക്കുന്നു. വലുതും മലിനമെന്നതിനെ മാത്രം മലിനമാകുന്നു. എൻ്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. ഇവിടെയൊക്കെ നാം മറ്റുള്ളവരെയും കൂടെ കരുതണം എന്നുള്ള നിലയ്ക്കാണ്. വിശ്വാസ ജീവിതത്തിലുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും, അവൻ്റെ ആത്മീയമുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും നാം അവനെയും കൂടെ കരുതുകയും അവനോട് താങ്ങുകയും ചെയ്യണം. നാം നമ്മുടേതായുള്ള ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മാത്രം നിലകൊള്ളാതെ നാം മറ്റുള്ളവരുടെ ആത്മജീവിതത്തെയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും വയ്ക്കുവാനുള്ളതായ കാര്യങ്ങൾ നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബലഹീനരായ വിശ്വാസങ്ങളുണ്ട്. അവരുടെ വിശ്വാസം കെട്ടുപോകുന്ന നിലയിലുള്ളതായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നാം വളരെ
സൂക്ഷിക്കണം എന്നുള്ള കാര്യം അവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ നന്മയ്ക്ക് നമ്മളായിട്ട് ദൂഷണം വരുത്തരുത്. പലപ്പോഴും നമ്മുടെ നന്മയും അനുഗ്രഹവും ഉയർച്ചയും ഒക്കെ നഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ വാക്കുകളിലൂടെയാണ്, അല്ലേ? ഒരു ചെറിയ അവയവമെങ്കിൽ അത് വലിയ കാട് കത്തിയത് തീയാന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പലപ്പോഴും തടസ്സമായിരിക്കുന്നത്. നിന്റെ നാവിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരമുണ്ടെന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ വാക്കുകളെ വളരെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കുക നമ്മൾ പഠിക്കണം. നമ്മളായിട്ട് നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുന്ന തലകളിലേക്ക് വരുവാൻ ഇടവരരുത്. മറ്റൊരുവൻ നമ്മുടെ നന്മയെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ ദൈവം തടയാനിടയായി തീരുമെന്നാൽ നാമായിട്ട് നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അതിൽ ക്രമീകരണം വരുത്തുന്ന കാര്യം മറന്നു പോകരുത്. പാട്ട് വായിക്കുമ്പോൾ ദൈവരാജ്യം എന്നുള്ളത് എന്തല്ല, ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണെന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് നൽകുകയാണ്. അത് നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതായ ഭക്ഷണങ്ങളോ പാനീയത്തും കൊണ്ടുള്ളതായ ഒരു സ്ഥിതിയല്ല, മറിച്ച് എന്താണ് അത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ദൈവരാജ്യത്തിൽ നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവുള്ള സന്തോഷമുണ്ട്. ലോകത്തിലെ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി പാനീയത്തിന് വേണ്ടിയൊക്കെ ഓടുന്നു, അവൻ അതിൽ സന്തോഷം കണ്ടെത്തുമ്പോഴേ ദൈവരാജ്യത്തിലുള്ള സന്തോഷം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. അതുകൊണ്ട് നാം അത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ഓടുന്നവരായിരിക്കണം. ദൈവരാജ്യ പ്രാപ്തി, ദൈവരാജ്യ പ്രവേശനം ഒക്കെ നമ്മുടെ ആത്മീയ ലക്ഷ്യമായിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ പല ലക്ഷ്യം കൊണ്ട് ഓടുകയാണ്. അതിന് പറയുന്ന ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അവൻ എന്തിനുവേണ്ടി ഓടുന്നത്? തൻ്റെ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഓടേണ്ടത്. അപ്പോൾ ലോകപരമായ കാര്യങ്ങളുടെ ഓട്ടം നിർത്തിയിട്ട് ദൈവരാജ്യ പ്രാപ്തി ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടിയെങ്കിൽ മാത്രമാണ് ഈ സമാധാന സന്തോഷം പ്രാപിക്കാൻ കഴിയുള്ളൂ. സർവോപരി ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ കഴിയുള്ളൂ. അത് ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. അപ്പോൾ ദൈവരാജ്യത്തിലെ മറ്റൊരു കാര്യം എന്താണ്? നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തി ആകുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് ഒരു നല്ല സാക്ഷ്യം ഉണ്ടാകണം. എനിക്ക് ദൈവവുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, മനുഷ്യരായിട്ട് ആരോടും ബന്ധമൊന്നുമില്ല, എനിക്ക് ആരോടും സമാധാനം പറയേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല വചനം പറഞ്ഞത്. നീ ക്രിസ്തുവിനുള്ളവനാകിയ, ക്രിസ്തു സേവിക്കുന്നവനാകിയല്ല, നീ ദൈവത്തിന് കൊള്ളാവുന്നതിനൊപ്പം തന്നെ നീ മനുഷ്യനും കൊള്ളാവുന്നതിനായി ജീവിക്കണം. സമൂഹത്തോട് നമുക്കൊരു ബന്ധമുണ്ട്, ഒരു കടപ്പാടുണ്ട്. നമ്മളായിരുന്ന സമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ആ സമൂഹത്തിന് നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന തീരുമാനം കാണും. ഞാൻ വിശ്വാസിയാണ്, നമുക്ക് ദൈവത്തോടൊരു കടപ്പാടുണ്ട്, ദൈവസഭയോടൊരു കടപ്പാടുണ്ട്, ദൈവിക പ്രമാണങ്ങൾ പ്രമാണിച്ച് മുന്നോട്ട് പോകണം. അതേസമയം തന്നെ നമ്മളായിരുന്ന സമൂഹത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ മനുഷ്യരുടെ മുമ്പിൽ നാം നല്ല സാക്ഷ്യമുള്ളവരെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ അടുത്ത വാക്യം എങ്ങനെയാണ്? ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിനെ ശ്രമിച്ചുകൊള്ളണം. പരസ്പരം ആത്മീയ വർധന വരുത്തുന്നത് നമ്മൾ സഹോദരരായിരിക്കണം. എന്തുകൊണ്ടാണ് കൂട്ടായ്മ നടക്കുന്നത്? ദൈവനെ പ്രഭാഷണം നടക്കുന്നതിന് വേണ്ടിയാണ്. ഓരോന്നിനും പറയുന്ന ലക്ഷ്യം എന്താണ്? നമ്മുടെ ആത്മീയ വർധനയ്ക്കാണ്. നാം ദൈവനെ കേൾക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ നാം നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ഉത്സാഹിക്കണം. ഈ ശരീരത്തെ പോഷിപ്പിക്കാനായിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ട്, ഇതിൻ്റെ സംരക്ഷണം നമ്മൾ പലതും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, ഒരു ആത്മീയ മനുഷ്യനുണ്ട്. ആ ആത്മീയ മനുഷ്യൻ്റെ പുഷ്ടിക്കായിട്ട്, അതിനെ ബലപ്പെടുത്തുന്നതിനായിട്ട് ആവശ്യമായ ആത്മീയ കൂട്ടായ്മകളും ദൈവന ധ്യാനവും ഒക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നാം അതിലൊക്കെ പുറകോട്ട് മാറുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു കൊണ്ടിടയായിത്തീരുന്നതാണ്. കുറച്ച് നാൾ ഭക്ഷണം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, കുറച്ച് നാൾ നേരെയുള്ള രീതിയിലുള്ള സംരക്ഷണം കിട്ടാതിരുന്നാൽ ഏത് മനുഷ്യ ശരീരവും ക്ഷീണിക്കുന്നത് പോലെ, ചിലപ്പോൾ രോഗികളായി തീരുന്ന പോലെ, ചിലപ്പോൾ മരണം സംഭവിക്കുന്ന പോലെ നമ്മുടെ അകത്തെ മനുഷ്യനായ ആത്മീയ മനുഷ്യനെ നാം അവനെ പരിപോഷിപ്പിക്കുന്നില്ല എങ്കിൽ നാളുകൾ കഴിയുമ്പോൾ ബലഹീനനായി ആത്മീയ മരണം സംഭവിക്കാൻ ഇടവരും. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ ആത്മീയമായ ജീവിതത്തെ, അകത്തെ മനുഷ്യനെ
പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ഉത്സാഹമുള്ളവരായിരിക്കണം. ഈ ശരീരത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുകയും ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാം എന്തെല്ലാം ഉത്സാഹിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള ആത്മീയ മനുഷ്യനെയും പരിപോഷിപ്പിക്കാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കും. പലപ്പോഴും മനുഷ്യന്റെ കുഴപ്പം എന്താണ്? ഈ പുറത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കുന്ന കാര്യം പലപ്പോഴും മറന്നുപോവുകയാണ്. ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ചത്തെ ആരാധന പോലും വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവന ധ്യാനം വേണ്ട, ഇടക്കൂട്ടങ്ങളും കൂട്ടായ്മകളൊന്നും വേണ്ട, പ്രാർത്ഥനകൾ വേണ്ട. എന്തുകൊണ്ട് സംഭവിച്ചു? അവർ ഓടുകയാണ്, ബദ്ധപ്പാടോട് ഓടുകയാണ്. എന്തുകൊണ്ട്? ഈ പുറത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനായിട്ട്, അതിൻ്റെ സംരക്ഷണത്തിനായിട്ട്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഓടുമ്പോൾ അകത്തെ ഇരിക്കുന്ന ആത്മീയ മനുഷ്യൻ ക്ഷീണിച്ചു പോവുകയാണ്. നിങ്ങളിന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ അകത്തെ മനുഷ്യനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ളതായ ഒരു ആത്മീയ ജീവിതത്തിന് ഉടമകളെ തീരുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെയെങ്കിലും ഇടർച്ച വരുത്തുമാരുത് എന്ന മനുഷ്യൻ ദോഷം അത്രേ. ചിലർക്ക് ഭക്ഷണത്തിനോട് ഭയങ്കര ആർത്തിയായിരിക്കും അല്ലേ? ഒരു ലിമിറ്റില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അത് പാടില്ല എന്നാണ് വചനം പറഞ്ഞത്. നമുക്ക് ആരോഗ്യശാസ്ത്രം അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? അമിതമായുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല ആരോഗ്യശാസ്ത്രം പറഞ്ഞത്, ദൈവശാസ്ത്രമോ തന്നെയാണ് പറഞ്ഞത്. മാംസം തിന്നാതെയും മിഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. മാംസം കഴിക്കരുതെന്നല്ല പറഞ്ഞത്, കഴിക്കാതിരിക്കുന്നത് നല്ലത് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സഹോദരന് ഇടർച്ച വരുത്തരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു കാര്യം എന്നുള്ളത്. നിനക്കുള്ള വിശ്വാസം ദൈവത്തിന് നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസം ഉത്ഭവിക്കാത്തതൊക്കെയും പാവമത്രേ. ഇവിടെ സംശയത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ബലഹീന വിശ്വാസത്തെ കുറിച്ച് പറയുകയാണത്. അങ്ങനെ എനിക്ക് തെറ്റെന്ന് തോന്നുന്നെങ്കിൽ ഇത് ചെയ്യാതിരിക്കാൻ മാറിപ്പോകായ ഒരു ഇത് നൽകുകയാണ്. പ്രത്യേകം പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. നമുക്ക് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൽ നിന്നും നമ്മെ ക്ഷീണിപ്പിക്കുന്ന ഇടയിലേക്കുള്ളതായ കാര്യങ്ങൾ ഇടപെടാതെ പണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സർവോപരി ദൈവനാമത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്കായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണുള്ള ബോധ്യം നമ്മെ എപ്പോഴും ഭരിപ്പാൻ കർത്താവ് സഹായിക്കുമ്പോഴാകട്ടെ. നമ്മൾ 15-ാം ഇതിൽ വന്നു വരികയാണ്. 15-ാം വാക്യം. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഇവിടെ നേരത്തെ പറഞ്ഞ വിശ്വാസത്തിൽ ബലഹീനത ആളുകളുണ്ട്. അവരെ കൂടെ വഹിക്കുവാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഭാരം ചുമന്ന് വരുമ്പോൾ അവനത് വഹിപ്പാൻ കഴിയാത്തതാണെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യണം? അവിടെ ചേർന്ന് അവനെ സഹായിക്കണം എന്നുള്ളതായ ഒരു ചിന്തയാണ് അവിടെ കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിലെ ബലഹീന വിശ്വാസങ്ങളെ താങ്ങുന്ന, അവരെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന, അവരെ കൂടെ ഉറപ്പിക്കുന്ന നിലയുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമ്പോഴാകട്ടെ. നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക വളരെ പരമപ്രധാനമായ കാര്യമാണ്. പലപ്പോഴും നാം നമ്മിൽ പ്രസാദിക്കുന്നവരാണ്. മറ്റുള്ളവരെയൊക്കെ നമ്മൾ വഷളായി കണ്ടാലും നമ്മിൽ പ്രസാദിക്കും. ഞാൻ ചെയ്തതൊക്കെ ഓക്കെ, ഞാൻ ചെയ്തതെല്ലാം ശരി, ഞാൻ പറയുന്നതെല്ലാം ശരി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? നാം നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കണം. മറ്റൊരാൾ നമ്മൾ നല്ലവനെന്ന് പറഞ്ഞാൽ കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ തന്നെ ഞാൻ നല്ലവനാണ്, മിടുക്കനാണെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ശരിയായ കാര്യമല്ല. നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക. നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയ നന്മയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നമ്മൾ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീയ നന്മയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. തമ്മിലുള്ള ജീവിതത്തിൽ തമ്മിൽ ഇടപെടലുകളിൽ, സംസാരങ്ങളിൽ, പ്രവർത്തികളിലൊക്കെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ടുപേർ വരണമെന്നാണ് ഇതിന് പരിശുദ്ധാത്മാവ് നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരെ ആത്മീയ വർധനയ്ക്കായി ശ്രമിക്കണമെന്നുള്ളതാണ്. ആത്മീയ വർധനയ്ക്ക് എടുത്തിക്കളയുന്ന കാര്യങ്ങളിൽ ഇടപെടാതെ ആത്മീയ വർധനയ്ക്കായിട്ട് ഉത്സാഹിപ്പം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളിൽ ലഭിക്കുന്നതായ സന്ദർഭങ്ങളൊക്കെ ദൈവിക കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആത്മീയമായിട്ടുള്ളവർ വളർത്തിയെടുക്കുവാനായിട്ട്, അവരെ പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ഒക്കെ ചെയ്യുവാനുള്ള ഒരുക്കം നമ്മളുണ്ടായിരുന്നെന്നായിരിക്കുന്നു വചനം പറയുന്നു. നിന്നെ നിന്ദിക്കുന്നവരെ നിന്ന എൻ്റെ മേൽ വീണു എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു തന്നെ പ്രസാദിച്ചില്ല. കണ്ടോ? സകലത്തിൻ്റെ മഹത്വത്തിനും അർഹനായ കർത്താവ്, ആരാധനയോഗ്യനായ കർത്താവ്,
സ്വർഗ്ഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് വന്നിട്ട് മനുഷ്യൻ്റെ നിന്ദയ്ക്ക് പാത്രമായി തീർന്നു. എന്ന് വേണ്ടിയാണ് നമ്മെ രക്ഷിപ്പനായിട്ട് അവനൊരിക്കലും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നാണ്. ഞാൻ എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് മനസ്സിൽ മാതൃപ്രകാരം നമ്മിൽ തന്നെ പ്രസാദിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തിരുവനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും നമ്മുടെ ഉപദേശനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകണം തന്നെ എഴുതിയിരിക്കുന്നു. നമ്മളോട് വായിച്ച അത് നമുക്ക് കാണുന്നൊരു പ്രത്യേക കാര്യമുണ്ട്. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത. എന്തുകൊണ്ടാണ് നാം ദൈവവചനം പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് നാം ദൈവവചനം പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഈ ദൈവവചനത്താലാണ് ഒരു വ്യക്തിക്ക് സ്ഥിരത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങൾ നടുവിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ, ആടി വിളിയാവുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോഴൊക്കെ അതിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം. വചനമകത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലം ഉണ്ടാകുമ്പോഴൊക്കെ ക്ഷീണിക്കുകയും തളരുകയും നിരാശപ്പെടുകയും ചെയ്യും. എന്നാൽ ദൈവവചനം മാത്രമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടങ്ങളിലെ പ്രയാസങ്ങളിലെ പ്രതികൂലങ്ങളൊന്നും പതറിപ്പോയില്ല. കാരണം അവനെ അറിയാം, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് അവൻ അതിൽ ഉറച്ചു നിൽക്കും. ദൈവമത്തെ നോക്കും. അവങ്ങൾക്ക് നോക്കിയിട്ട് പ്രകാശരായി അവരുടെ മുന്നിൽ ലജ്ജു പോയിട്ടില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിടുവിക്കുന്ന ദൈവമുണ്ട്. അതായത് വിശ്വാസത്തോടെ അവൻ ഉറച്ചു നിൽക്കാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവവചനം നമ്മളെപ്പോഴും വായിക്കുവാനും പഠിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനുള്ള ഉത്സാഹം നമുക്ക് ഉണ്ടാക്കണം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, വചനത്തോടുള്ള ഒരു ആർത്തി നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. വചനം പഠിക്കാൻ ഉത്സാഹം. പക്ഷെ പലപ്പോഴും ഇന്ന് മനുഷ്യന് വചനം കേൾക്കാൻ താല്പര്യമില്ല, വചനം പഠിക്കാനും താല്പര്യമില്ല. അല്ലേ, മറ്റു പലതിനും ഒന്ന് സമയമുണ്ട്, കൂട്ടായ്മകൾക്ക് അവന് നേരമില്ല, ദൈവവചനം വായിപ്പാൻ ധ്യാനിപ്പാൻ അവന് സമയമില്ല. അങ്ങനെ ഒരു നിലയ്ക്ക് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ കാര്യത്തിന് വേണ്ടി ഓടുന്ന പോലെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഓട്ടം. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ പരമപ്രധാനമായി കൊടുക്കേണ്ട കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ അപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഓടുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അവൻ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, വിലയേറിയതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഓടുന്നത്. അതിനുവേണ്ടിയാണ് വില കുറഞ്ഞത് നേടുവാൻ വേണ്ടി വിലയേറിയത് വലിച്ചെറിയുന്ന ബുദ്ധിശൂന്യനായ മനുഷ്യരായി ഇന്ന് പലരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്കൊരു മനംതിരിവും മാനസാന്തരവും ഏറ്റുപറച്ചിലും ക്രമീകരണവും അനിവാര്യമായിരിക്കുന്നത്. നാം എന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിച്ച് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാതി പന കർത്താവ് നമ്മെ സഹായിക്കുവാൻ. അപ്പോൾ സ്ഥിരതയുണ്ടാകും. അടുത്തെന്താണെന്ന് അറിയാമോ? ആശ്വാസമുണ്ടാകും. ഏതൊരു പ്രശ്നം കടന്നു വരുമ്പോഴും പ്രതികൂലം ഉണ്ടാകുമ്പോഴൊക്കെ ദൈവവചനം വായിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആശ്വസിക്കാനുള്ള വാഗ്ദത്തങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. ഒരു ധൈര്യപ്പെടുത്താനുള്ളതായ ആശ്വാസ വചനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അവനെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രേരകമായ പ്രചോദന ചിന്തകൾ അതിനകത്തുണ്ടായിരിക്കും. അതുകൊണ്ട് നാം ദൈവവചനം ധ്യാനിക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ക്രിസ്ത്യ ജീവിതത്തിലെ ദൈവവചനത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവവചനം ആവശ്യമാണ്. കർഷക നടുവിൽ ആശ്വാസവചനങ്ങൾ അവിടെയുണ്ട്. അല്ലേ, ഏതൊരു വിഷയം വരുമ്പോഴും അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവനെ വിളിച്ചുകൊള്ളുക എന്നുള്ളതായ ആശ്വാസവചനം മതി നമുക്ക് ബലം പ്രാപിപ്പാനായിട്ട്. ഈ ദൈവം എന്നേക്ക് നമ്മുടെ ദൈവമാകുന്ന നമ്മൾ ജീവ വരുന്ന വഴിയെടുത്തും നമുക്കൊരു ആശ്വാസം കിട്ടുന്ന വചനമാണ്. കഷ്ടങ്ങളെ ഏറ്റവും അടുത്ത തുണയാണ്, നമുക്ക് ആശ്വാസം കിട്ടുന്ന വചനമാണ്. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സിലാകുന്നവരെ രക്ഷിക്കുന്നു, ആശ്വാസവചനമാണ്. എൻ്റെ ഭാര്യ ഹുടൽ വെച്ചുകൊള്ളുക ഒന്നിനെ പുലർത്തും, നീതിമാൻ കുലുങ്ങി പോലും ഒരു നാളും സമ്മതിക്കുകയില്ല, ആശ്വാസവചനമാണ്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നേരിടുന്നതായ ഏതൊരു വിഷയങ്ങൾക്കും പരിഹാരമായ ആശ്വാസവചനം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പഠിച്ച് ആ നിലകളിൽ ഉള്ള ആശ്വാസം പ്രകൃതി രീതിയിലുള്ളതായ ഒരു അനുഭവം നമുക്ക് വേണം. നാം നമ്മെ ബലപ്പെടുത്താൻ കഴിയണം. നമ്മൾ 22 സംഘടന പഠിക്കുമ്പോൾ സംഘടനക്കാരൻ തന്നോട് തന്നെ പറയുന്നുണ്ട്, ഉറച്ചിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. അല്ലേ, എൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, എൻ്റെ ഉള്ളമേ നീ വിശ്വാസം ജനിക്കുന്നത് എന്തിന്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവനോട് തന്നെ പ്രസംഗിക്കുകയാണ്. കഷ്ടങ്ങളിലെ പ്രയാസങ്ങളിലെ പ്രതികൂലങ്ങളിലെ പ്രതിസന്ധികളൊക്കെ നാം നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ
നിശ്ചയമായും ദൈവത്താൽ നിന്നുള്ള ആശ്വാസം ലഭിക്കാൻ ഇടയായിത്തീരുന്നതുകൊണ്ട് ദൈവവചനം വായിക്കുന്നതിൽ ദൈവവചനം ധ്യാനിക്കലൊക്കെ നമുക്ക് എപ്പോഴും ഉത്സാഹമുണ്ടാകണം. അത് നമ്മുടെ ആശ്വാസത്തിന് കാരണമായി തീരുന്ന കാര്യമാണ്. അടുത്തതെന്താണ്? പ്രത്യാശ ഉണ്ടാകും അല്ലേ? നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാതിൽ തുറന്നതിനുവേണ്ടിയായിത്തീരും. ദൈവവചനത്തിലൂടെയാണ് പലപ്പോഴും നാം ബലം പ്രാപിക്കുന്നത്. എത്ര തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും പ്രതികൂലങ്ങളുണ്ടായാലും രോഗവും ദുരിതമൊക്കെ ഉണ്ടാകുമ്പോഴും മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, വചന ധ്യാനം എന്നുള്ളത്, വചന പഠനം എന്നുള്ളത് അത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ദൈവവചനം എന്നുള്ളത്. നമുക്ക് ജീവൻ നൽകുന്ന വചനമാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന വചനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആ നിലകളിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അപ്രകാരമുള്ള ഒരു ജീവിതം നയിപ്പാൻ്റെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തിരുവഴുത്തുകളെ പഠിക്കുവാൻ എപ്പോഴും നമുക്ക് ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവത്തിനെ ധ്യാനിപ്പാൻ നമുക്ക് എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മൾ കേവലം ദിവസം മറ്റു പുസ്തകങ്ങൾ വായിച്ചു വിടുന്ന പോലെ വായിച്ചു വിടുവാനുള്ളൊരു പുസ്തകമല്ല, മറിച്ച് വചനങ്ങളെ ധ്യാനിക്കുവാനുള്ള പറയണം. ഒരു അധ്യായം വായിക്കാൻ കഴിഞ്ഞോളെങ്കിലും, ഒരു വാക്യം വായിക്കാൻ കഴിഞ്ഞോളെങ്കിലും അത് വായിച്ചത് നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം ഇനിയും പ്രാവർത്തികമാക്കാനുണ്ട്, ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇനിയും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട് മനസ്സിലാക്കി കുറവുകളെ കണ്ടുപിടിക്കുവാനും ഏറ്റുപറയുവാനും ഉപേക്ഷിപ്പാനും ക്രമീകരിക്കാനൊക്കെ ഉള്ളതായ ഒരു ഒരുക്കം വചനധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കണം. അപ്പോൾ നാം നിരന്തരമായി ദൈവവചനം ധ്യാനിക്കുന്നവർ ആയിരിക്കണം. നിരന്തരമായ ഒരു ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും മനുഷ്യൻ ബദ്ധപ്പാടിൽ ഓടുന്നതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ പ്രധാനപ്പെട്ട കാര്യം മറക്കുകയാണ് അല്ലേ? വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പീൻ, വളരുവാൻ വേണ്ടതായ മായമില്ലാത്ത പാലാണിത് എന്നുള്ളത് പത്രോസ് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് മനുഷ്യൻ ഉത്സാഹിക്കുന്നില്ല, മനുഷ്യൻ സമയം കണ്ടെത്തുന്നില്ല. മറ്റു പലതിനും മനുഷ്യൻ സമയം കണ്ടെത്തുന്നുണ്ട്, പക്ഷേ വചനധ്യാനത്തിന് മനുഷ്യൻ സമയം കണ്ടെത്തുന്നില്ല. ചിലർ വേദവസം വായിക്കുന്നത് ചടങ്ങിന് വേണ്ടി വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് വേദവസം വായിച്ചില്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറക്കം നോക്കിയിരുന്ന് വായിക്കുന്ന ആളുകളുണ്ട്. ചിലർ കരാർ പണിക്കാരെ പോലെ ഇതൊക്കെ വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്, ഒരു വർഷം കൊണ്ട് തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തീർക്കാനായിട്ട്, 6 മാസം കൊണ്ട് തീർക്കാനായിട്ട് വേണ്ടി കരാർ പണിക്കാരെ പോലെ ഓടിച്ച് വായിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇതൊന്നും തെറ്റൊന്നല്ല പറയുന്നത്. പക്ഷേ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുവാനായിട്ട്, ആ ധ്യാനിക്കുന്ന വേദഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയും പ്രാവർത്തികമാക്കുവാനുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ടും, ഏതെങ്കിലും ഏറ്റെടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റെടുക്കുവാനും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ളതായ നിലയിലുള്ള ഒരു വചന ധ്യാനം നിരന്തരം നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമാണ്. അല്ലാതുള്ള ഒരു ജീവിതം കൊണ്ട് ക്രിസ്തീയത പച്ച പിടിക്കുമെന്ന്, വളർന്നു വരുമെന്ന്, ശക്തി പിടിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. നിശ്ചയമായും ദൈവവചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നാം കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. ഇവിടെ മനുഷ്യൻ പലപ്പോഴും അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരാജയ കാര്യം. ദൈവവചനത്തിൻ്റെ ആധികാരികത നമുക്കറിയാം, ദൈവവചനത്തിൻ്റെ ശക്തി നമുക്കറിയാം, ദൈവവചനത്തിൻ്റെ സ്വാധീനം നമുക്കറിയാം, അതിൻ്റെ ഗുണം നമുക്കറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും വചനം ധ്യാനിക്കുന്നതിൽ, വചനം വായിക്കുന്നതിലൊക്കെ നമ്മൾ ഒരുപാട് പുറകിലാണെന്ന കാര്യം മറന്നു പോകരുത്. ഈ ലേഖനം പഠിക്കുമ്പോൾ, ശശാലി സെക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനം ഉണ്ടാകട്ടെ. ദൈവവചനം ധ്യാനിപ്പാനായിട്ട്, ദൈവവചനം പഠിപ്പാനായിട്ട് സമയങ്ങൾ വേർതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. എത്ര ബന്ധപ്പാടുണ്ടെങ്കിലും കുറച്ചു നേരം ദിവസം വായിക്കുക എന്നതിൽ ഉപരിയായിട്ട് ദൈവവചനം ധ്യാനിപ്പാനായിട്ട് സമയം കണ്ടെത്തിയിരിക്കുന്നു. അത് ഏത് സമയം വേണമെങ്കിലാവാം. നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ധ്യാനിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്ന കാരണമാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിക്ക്, ആത്മീയ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്നുള്ള, പുറത്തെ മനുഷ്യന് വേണ്ടി നമുക്ക് പലതും മേടിച്ച് കഴിക്കാൻ കഴിയും അല്ലേ? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കാം, നല്ല ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ശരീരത്തെ, പുറത്തെ ശരീരത്തിനെ പോഷിപ്പിക്കാനുള്ളത് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. വിറ്റാമിൻ ഗുളികകളും മേടിച്ച് കഴിക്കാം അല്ലേ? പക്ഷേ ഈ അകത്തൊരു മനുഷ്യനുണ്ട്, ഒരു ആത്മീയ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ പോഷിപ്പിക്കുവാൻ നീ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്? അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നത്.
അവിടെയാണ് നമുക്കൊരു ക്രമീകരണം ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം ധ്യാനിപ്പാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാൻ പറ്റും. നമ്മൾ വായിച്ചത് തിരുവചനത്താൽ, തിരുവെഴുത്തുകളാൽ നമുക്ക് സ്ഥിരതയുണ്ടാകും, ആശ്വാസവും പ്രത്യാശയും ഉണ്ടാകുന്നതുകൊണ്ട് ഇതൊക്കെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആ നിലകളിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത വാക്യം, നിങ്ങൾ ഐകമത്യപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരു വായനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. അവിടെ ആ 5-ാം വാക്യം, നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ, ദൈവസഭയ്ക്കകത്ത് ഇല്ലാത്ത ഒരു വലിയ അനുഭവമാണ് ഐക്യത എന്നുള്ളത്. ഒരാളൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരാളതിന് എതിരഭിപ്രായം പറയും. കുടുംബത്തിലാണ് കാണാൻ കഴിയും. ഒരാളൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അയാൾ മറ്റൊരാൾ അതിന് എതിരഭിപ്രായം പറയും, അല്ലേ? ഐക്യത കുടുംബത്തിൽ നഷ്ടപ്പെട്ടു, സഭയിൽ നഷ്ടപ്പെട്ടു, സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ എന്ത് പറയുന്നത്? നിങ്ങൾ ഏകമനസ്സോടെ, പിന്നെ ഒരു വായനാൽ മഹത്വീകരിക്കേണ്ടതിന്. അത് ഒരു വല്ലാത്ത ഇതാണല്ലേ. പിന്നെ പറയുന്നത് ഒരു വായനാൽ മഹത്വീകരിക്കുക. സമൂഹം ഒരുമിച്ച് പാടുക. സമൂഹം ഒരുമിച്ച് പാടുമ്പോൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അത് ഒരു ആൾ പാടുന്ന പോലെ തോന്നുക എന്നുള്ളതാണ്. എല്ലാവരെയും ട്യൂണും വേറെ ശബ്ദവും ഒക്കെ ഒരുപോലെ ഒരുമിച്ച് തുടങ്ങുന്നു, ഒരുമിച്ച് അവസാനിപ്പിക്കുന്നു, അല്ലേ? നമ്മുടെ സഭകളിൽ ചില സമയത്തൊക്കെ പാട്ട് പാടുമ്പോൾ നമുക്ക് കേട്ടാൽ സങ്കടം തോന്നും. ഒരുത്തിന് എന്നുള്ളമ്മയെ സ്തുതിക്കാൻ നീ ഭരണെ തുടങ്ങുമ്പോഴത്തേക്കും മറ്റവൻ പല ചോദനകൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പാട്ട് ഒരാൾ ഒരു വരി തുടങ്ങിയാൽ അവൻ 2 വർഷം പാടിയാലും അപ്പോഴത്തേക്ക് അടുത്തവൻ പാട്ട് തുടക്കത്തിന് വരി പിന്നെ എടുത്തു വിട്ടു പാടും. അങ്ങനെ ഒരു പാട്ട് അലങ്കോലമാക്കി പാടുവാനായിട്ട് നമ്മൾ പലരും ശ്രമിക്കുന്നത്. ഇവിടെ വായിച്ചത്, നിങ്ങൾ ഏകമനസ്സുള്ളവരായി ഒരേ വായിനാൽ, ഐക്യതയുടെ ഒരു ലക്ഷണമാണ് പറയുക. ഏകമനസ്സുള്ളവരായി ഒരേ വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്, ഭിന്നാഭിപ്രായങ്ങളില്ലാതെ, ഗ്രൂപ്പിസം ഇല്ലാത്ത, എല്ലാത്തിനും ഐക്യതയോടെ തോളോട് തോൾ ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ദൈവസഭയ്ക്ക് അകത്തുണ്ടായാൽ അത് മുഖാന്തരമായി സഭകൾ, കുടുംബങ്ങൾ, ദേശങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. അല്ല, എന്തുകൊണ്ടാണ് ദേശത്തിന് വിടുതലില്ലാത്തത്, കുടുംബങ്ങൾക്ക് വിടുതൽ പറയാൻ കഴിയാത്തത്? ഈ ഐക്യത കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഐക്യത പുനഃസ്ഥാപിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടത്, ഈ പാഠം പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഐക്യത നഷ്ടപ്പെടുന്ന നിലയിലുള്ള വല്ല പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്രമീകരിക്കാനായിട്ട് എന്നെ സമർപ്പിച്ചെങ്കിൽ മാത്രമാണ് ഈ പഠനം എനിക്കൊരു അനുഗ്രഹമായി തീരുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഐക്യതയ്ക്കടുത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രമീകരിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പാഠം ഒരു അനുഗ്രഹമായി തീരുകയുള്ളൂ. ഐക്യതയ്ക്കായി നിലകൊള്ളുവാനെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്, ഐക്യതയ്ക്കായി നിലകൊള്ളുക എന്നുള്ളത്. ഒരേ ശബ്ദത്തിൽ, അല്ലേ? പലപ്പോഴും സഭകളിലൊക്കെ കമ്മിറ്റി കൂടിയായിട്ടുള്ള അവസാനം അത് അടിയായിട്ട് പിരിയുക. അടി കൊണ്ടവരെയും അടിച്ചവരെയും നമ്മൾ പോയി കാണേണ്ടതും ആവശ്യമില്ല പ്രാർത്ഥിക്കുന്നതൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കമ്മിറ്റി കഴിയുമ്പോഴത്തേക്കും അടിയായി, 2 കൂട്ടരും ആശുപത്രികളായി. എന്തുകൊണ്ട് സംഭവിച്ചു? ഐക്യത ഇല്ലാതായിപ്പോയി. ഐക്യതയിലേക്ക് നാം മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ. ഇത് സഭയുടെ ഏറ്റവും വലിയ പരാജയം ഐക്യത ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ഐക്യതയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ വായിച്ചത്, ഏകമനസ്സോടെ ഒരു വായനാൽ മഹത്വീകരിക്കണതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് അറിയാം. ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? ആശ്വാസവും സ്ഥിരത നൽകുന്ന ദൈവമാണ്. ഏതൊരു വിഷയമായി ഭാരപ്പെടുന്നെങ്കിലും ആ വിഷയത്തിൻ്റെ വിടുതൽ കർത്താവിൻ്റെ പക്കലുണ്ട് എന്ന് മറന്നു പോകരുത്. അത് നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവമാണ്. നിലനിർത്തുകയില്ലെന്നും പച്ചുപിടിപ്പിക്കലെന്നും ഉയർത്തുകയില്ലെന്നൊക്കെ വാദിക്കുന്ന പല ശക്തികളുണ്ടാകാം, വ്യക്തികളുണ്ടാകാം. പക്ഷേ ദൈവം നമുക്ക് സ്ഥിരത നൽകുന്ന ദൈവമാണ്. ദൈവം നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവമാണ്.
നമ്മുടെ ആവശ്യങ്ങളുമായി വിഷയങ്ങളുമായി നമുക്ക് ദൈവത്തിൽ കിടന്നതെല്ലാം നിശ്ചയമായി നമുക്ക് ആശ്വാസം വരാൻ ഇടയായിത്തീരും, നമ്മെ വിടുവിപ്പാൻ ഇടയായിത്തീരും. മാത്രമല്ല ക്രിസ്തുയേശുവിന് അനുരൂപമായി നിങ്ങൾ തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഐക്യതയോടുകൂടി വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യണനായിട്ട് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാരത വിഷയങ്ങളും കർത്താവെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവയുടെ സഭയിൽ ഒരു ഐക്യതയുടെ അനുഭവം തരണമേ കർത്താവെ. കുടുംബത്തിലൊരു ഐക്യത അനുഭവം തരണം കർത്താവ്. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഐക്യതയ്ക്കെടുത്ത് കളഞ്ഞതായ ഒന്നിലൂടെ ഇവിടാതിരിക്കാനായിട്ട് ഒന്നും പ്രവർത്തിക്കാതിരിക്കാനായിട്ട് ഒന്നും സംസാരിക്കാതിരിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ അങ്ങനെ ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത് ഏകമനസ്സിനാൽ ഐക്യബന്ധപ്പെട്ട് ഏകമനസ്സിനാൽ ഒരേ വായനാൽ അങ്ങനെ അഭിപ്രായത്തോടെ കൊണ്ടുപോകാൻ കർത്താവ് സമൂഹത്തെ സഹായിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഉത്സാഹിക്കാം. ഐക്യതയ്ക്കെടുത്ത് കളഞ്ഞ ഒന്നിലൂടെ ഇവിടാതിരിപ്പാണ് നമ്മൾ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ താവേ ഐക്യത നഷ്ടപ്പെടുത്തുന്ന ഒന്നിലൂടെ ഇവിടാതിരിപ്പാനായി ഞങ്ങൾ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഓരോ വചനങ്ങളും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കൃപ നൽകണമേ. വചനം പഠിച്ച് വചനം ധ്യാനിച്ച് പ്രകാരം ജീവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് സമൂഹത്തെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സമുദ്രത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി ഭൗമികമായി ശാരീരികമായി മനസ്സോടെ കർത്താവരെ അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാണമേ. തിരുനാമത്തെ മാത്രം പ്രതിയാട്ടെ. യേശു നാം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രമിക്കുന്ന നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പേര് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.